തുടരും സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള അഡ്വാൻസ് സെയിൽസ് 2,33,00,000 ഇന്നലെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണല്ലോ വന്നത്. അതെന്തായാലും സിനിമയുടെ ബുക്കിങ്ങിലായാലും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം ദിനം വലിയൊരു കുതിപ്പ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3,77,00,000 സിനിമയുടെ അഡ്വാൻസ് സെയിൽസ് രണ്ടാം ദിനം കടന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തെ സിനിമയുടെ കേരളത്തിലെ എസ്റ്റിമേറ്റഡ് കളക്ഷൻ 5,33,00,000. ബുക്ക് മൈ ഷോയിൽ ആദ്യ ദിവസം എമ്പുരാൻ സിനിമയുടെ ബുക്കിംഗ് റെക്കോർഡും തുടരും സിനിമ ഇപ്പോൾ തകർത്തിട്ടുണ്ട്. എമ്പുരാൻ സിനിമയ്ക്ക് റിലീസ് ദിവസം 381K ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം തുടരും സിനിമയുടെ ബുക്ക് മൈ ഷോ ബുക്കിംഗ് 428Kയിലേക്ക് എത്തിയിട്ടുണ്ട്. വെറും 200 സ്ക്രീനുകളിൽ മാത്രമാണ് കേരളത്തിൽ സിനിമ റിലീസ് ചെയ്തത്. എമ്പുരാൻ പോലെ ഒരു വമ്പൻ സ്ക്രീൻ കൗണ്ട് സിനിമയ്ക്ക് ആദ്യ ദിനം ഉണ്ടായിരുന്നെങ്കിൽ തുടരും സിനിമയ്ക്ക് ഇപ്പോൾ ഉള്ള FT കളക്ഷനേക്കാളും ഇരട്ടി കളക്ഷൻ ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരുന്നേനെ. കേരളത്തിൽ ഇന്ന് കൂടുതൽ സ്ക്രീനുകളൊക്കെ തുടരും സിനിമയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിമിഷവും നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ 23K ബുക്കിംഗ് ആണ് ഒരു മണിക്കൂറിൽ സിനിമയ്ക്ക് നടക്കുന്നത്. ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ബുക്ക് മൈ ഷോ നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും. തുടരും പോലെ ലാലേട്ടനിലെ കംപ്ലീറ്റ് ആക്ടറിനെ പുറത്തെടുക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള സിനിമകളുമായിട്ട് ലാലേട്ടൻ ഇനിയും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുടരും സിനിമയുടെ എൻഡ് ടൈറ്റിലിൽ പറയുന്നത് പോലെ മോഹൻലാൽ തുടരും.